കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു. ജൂലൈ 29 ഹയാത്ത് റീജൻസി തിരുവനന്തപുരം, ജൂലൈ 31 റാഡിസൺ ബ്ലൂ എറണാകുളം, ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001900156 8000800120. നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം നസീർക്ക, ഷാജു ചേട്ടാ, പ്രചോദേട്ടാ, സ്വാഗതം സുസ്വാഗതം. ആദ്യത്തെ സ്കിറ്റ് എടുക്കട്ടെ. ടീം ട്രിപ്പിൾ എസ്, ശ്യാമ, സെൽവൻ, എക്സ്ക്ലൂസീവ് ന്യൂസ്. പ്രശസ്ത സിനിമാ നടൻ പത്തടിപ്പാലം സുഖുവിന് ലൊക്കേഷനിൽ വെച്ച് ഹെലികോപ്റ്റർ അപകടം. ആരടാ ഈ വാർത്തയൊക്കെ ഇങ്ങനെയൊക്കെ വായിക്കുന്നത്? എന്റെ ലൊക്കേഷനിൽ വെച്ച് കാള കുത്തിയതിന് ഹെലികോപ്റ്റർ അപകടം. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്കാർ ഇങ്ങനെയാണ്, എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിയ അങ്ങ് വലുതായിക്കോളും. പത്തടിപ്പാലം സുഖേ, ഇതാരെന്ന് കണ്ണൂർന്ന് നോക്ക്. മനസ്സിലായില്ല? നിന്നെ കാരണം പറയണമെന്നും പറഞ്ഞായിരിക്കുമായിരുന്നു. എന്തുവാ കാര്യം? ആ ലൊക്കേഷനിൽ വെച്ച് കുറെ കാളകളെ കൊണ്ടുവരത്തില്ല, ഒരു ക്യാമറ വെച്ചോണ്ട് നീ എവിടെ പോയിരുന്നടാ? ഞാൻ കാളകളെ തന്നെ പിന്നെ കുത്തിയില്ലേ? എന്ത് കുറ്റം കൊണ്ടാണ്? ഞാൻ ക്യാമറ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് സോങ് അങ്ങോട്ട് ഇട്ടതും നിങ്ങൾ ഡാൻസ് തുടങ്ങി. ഡാൻസ് എന്നും പറഞ്ഞ് നിങ്ങൾ എന്തൊരു കോക്കാൻ പിച്ച് അടക്കണമെന്ന് കാണിച്ചത്. അതുകൊണ്ടല്ലേ കാള വന്ന് നിങ്ങൾ കുത്തിയത്. ഈ സിനിമയോട് കൂടി എന്റെ നാഷണൽ അവാർഡ് പോയി. പിന്നെ 4 കാളയ്ക്കും 2 കൊല്ലം വൈക്കോലിലും കിടക്കുമല്ലേ നാഷണൽ അവാർഡ്. നാഷണൽ അവാർഡിന്റെ കടത്തന്നെ ഉണക്കായിട്ടേക്കുന്ന നിങ്ങൾ ഇത് പറയണം. എന്റെ ഏറ്റവും നല്ല സൂപ്പർ ഹിറ്റ് പടങ്ങൾ ഇതിന് മുമ്പോട്ടായിരുന്നല്ലോ. ഏത്? പെട്ടും കുത്തും, കുത്തും കോമേ. മലയാള സിനിമയിൽ എവന്റെ തിരിക്കിട്ട് കുത്തി കൊടുക്കാൻ ആരുമില്ലേ ഭഗവാൻ? അതൊന്നും പറയണ്ട, എല്ലാം നല്ല സൂപ്പർ കഥകൾ എന്റെ കയ്യിലുണ്ട്. മലയാള സിനിമയെ പിടിച്ച് കുലുക്കാനുള്ള ഒരു സൂപ്പർ സ്ക്രിപ്റ്റ് എന്റെ കയ്യിലുണ്ട്. കുലുക്കിട്ട് പെട്ടെന്നങ്ങ് മാറിക്കളയണേ. അതിന് ഇല്ലെങ്കിലേ അമരവും തലേണ മന്ത്രവും ഒക്കെ തലയെക്കൂടെ വന്ന് വീഴും. നിങ്ങൾ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട. നല്ല ഒരു കഥ വന്ന് നമുക്ക് സൂപ്പർ കഥ എന്റെ കയ്യിലുണ്ട്. എന്തായാലും ഈ അപകടം പറ്റിപ്പോയി. അതായത് ഒരു കാട്ടില് 2 കുരുവികളുണ്ട്. ഈ കുരുവികൾ ഒരുമിച്ചാണ് മക്കാട് പണിക്ക് പോണത്. അപ്പൊ ഇവര് മക്കാട് പണിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴേ പണി കഴിഞ്ഞ് വരുന്ന ഒരു ദിവസം ഇവര് ഓണ ബമ്പർ എടുക്കും കേട്ടോ, ലോട്ടറി. അപ്പോൾ ഓണ ബമ്പർ അടിച്ചതിന് ശേഷം ഇവർക്ക് ഭയങ്കര തർക്കം. ഫസ്റ്റ് പ്രൈസ് എനിക്ക് വേണം, ആ പൈസ എനിക്ക് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര പ്രശ്നം. അപ്പൊ ഈ പ്രശ്നം അങ്ങനെ മൂത്ത് കയറി വരുമ്പം കരടി പോലീസ് അന്വേഷിക്കാൻ വേണ്ടി വരും. കരടി പോലീസിന് ആക്സിഡന്റും പറ്റും. അവസാനം ഈ കേസ് കോടതിയിലാവും. അങ്ങനെ ഈ കേസ് വാദിക്കാൻ അവിടെ ഒരു ട്വിസ്റ്റ് കേട്ടോ, ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്. പൃഥ്വിരാജാണ് കേസ് വാദിക്കാൻ പറഞ്ഞത്. എങ്ങനെയുണ്ട് സ്റ്റോറി? നിനക്ക് ഒരു ചൊരപ്പുമില്ലല്ലടാ. എടാ നിനക്ക് നിന്റെ വായി കിടക്കുന്ന നാക്ക് കടകടകടന്ന് അടിക്കുന്നെങ്കിൽ ഒരു ക്ലിപ്പ് ഇട്ട് വേടാ. ബാക്കിയുള്ളവരെ കൊണ്ട് പറയും. നിങ്ങൾക്ക് മാത്രമേ ഇഷ്ടപ്പെടാതെ ഉള്ളൂ. പ്രൊഡ്യൂസർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. പ്രൊഡ്യൂസറുടെ എന്തോ രഹസ്യം നിനക്കറിയാം, അല്ലെങ്കിൽ അയാൾ ഇത് ഇഷ്ടപ്പെടൂല. അതെ, നിന്റെ തൂക്കണാങ്കുരുവിയെ കൊണ്ട് നടക്കുന്നു. എന്റെ കഥ കേൾക്കാനേ പാരീസിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുമോ നമ്മള്? ബാക്കിയുള്ള യൂറോപ്യനിലേക്ക് പോകാൻ പെടുന്ന പാടറിയാം. അപ്പോഴാണ് പാരീസിൽ പോകാൻ പോകും. ഈ വയ്യാത്ത കാര്യം അമ്മയെ അറിയിച്ചായിരുന്നു? അമ്മ അറിയിച്ചിട്ട് എന്താ കാര്യം? ഒരു ദിവസം സിനിമ TV വന്നപ്പോ അമ്മ മൊന്ത എടുത്തെറിഞ്ഞില്ലേ പിറ്റൂല്? അതല്ലെന്ന്, പിന്നെ അമ്മ താരസംഘടനയിൽ അറിയിച്ചോന്ന്. അവര് നമുക്ക് 2 പേർക്ക് അവരെ അറിഞ്ഞൂടല്ലോ, പിന്നെ അവരെ അറിയിച്ചിട്ട് എന്തോ കാര്യം? അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ ഞാൻ മറ്റേലുണ്ട് കേട്ടോ. ഏതില്? ഫെഫ്കേല്. ഫെഫ്കേലുണ്ടെന്ന്. അങ്ങോട്ട് എന്നിട്ട് പോയിരിക്കണോ? ഞാൻ പിടിക്കണോ? പിടിക്കണ്ട. അയ്യോ കാള രഘു, കാള. നീ ഇപ്പൊ എങ്ങോട്ട് വന്നത്? അയ്യോ സാറ് കാര്യം പറഞ്ഞില്ലേ സാറേ? ഈ സാറിന് എന്റെ കാല കുത്തിയപ്പോഴത്തേക്ക് എന്റെ കാലയും ഞാനും ഫേമസ് ആയെന്ന്. ഇന്റർവ്യൂ. എന്റെ ഭഗവാനെ, എല്ലാരും ടോർച്ചർ ചെയ്യാൻ വേണ്ടി എന്റെ അടുത്താണല്ലോ വരുന്നത്. ആദ്യം വന്ന കാര്യം പറ. അതായത് ഈ സാറിന്റെ അടുത്ത് മറ്റേ പരാതി ഒന്ന് പിൻവലിക്കാൻ വേണ്ടി പറയാൻ ഇപ്പൊ ചെല്ലേട്ടാ, കാരണം ഇപ്പൊ കേൾക്കാൻ പറ്റിയ മൂഡിൽ പുള്ളി കിടക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ചെല്ലേ. സാറൊന്ന് മാറി സാറേ. സാറേ ആര് വന്നെന്ന് മനസ്സിലായ? കാള രഘു. സാറിന് ഇഷ്ടപ്പെട്ട ഓറഞ്ച്, ആപ്പിൾ എല്ലാം ഇതിനകത്തുണ്ട്. നോക്ക് സാറേ. പിന്നെ സാറിന്റെ വലിയൊരു ഫോട്ടോ എനിക്ക് വേണം കേട്ടോ സാറേ. വീടിന്റെ ഫ്രണ്ടിൽ വലിയ രീതിയിൽ ഫ്ലെക്സ് അടിച്ച് വെക്കാനായിരുന്നു. എന്നിട്ട് ഉന്നം നോക്കി നിന്റെ കാളെ കൊണ്ട് കുത്തിക്കാനായിരിക്കും. എന്തൊരു ദേഷ്യം സാറേ. അതെ, കാണാൻ വേണ്ടി ഞാൻ നിൽക്കുമായിരുന്നു. ഇപ്പൊ 2025 ആണല്ലോ. 2026 എനിക്കൊരു 10 പട്ടിയെ വരും.
എന്തിനാ പട്ടി? 10 പട്ടിയെ വെച്ച് ഞാനൊരു പുതിയ സിനിമ ചെയ്യുന്നുണ്ട്. ആരാണാവോ എന്തോ പട്ടീനെ കടി കൊണ്ട് ചാവാൻ പോണത്. സാറേ ഈ കേസ് തന്നെ എങ്ങനെയും രക്ഷപ്പെടുത്തണം, രക്ഷപ്പെടുത്തു സാറേ. ഈ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാലേ നിന്റെ കാളയ്ക്ക് ലൈസൻസ് ഉണ്ടായിരുന്ന? എന്റെ കാളാന് വണ്ടിയൊന്നും ഓടിക്കുന്നില്ലല്ലോ. അയ്യോ അതല്ലെന്ന്, നമ്മൾ സിനിമാ ലൊക്കേഷനിൽ പട്ടിയോ മൃഗങ്ങളോ ഏതിനെ കൊണ്ടുവന്നാൽ ലൈസൻസ് വേണം, അല്ലെങ്കിൽ അനിമൽ കേസ് ആവും. എന്റെ ആകെ ഒരു കാളയിലുള്ള അനിമൽ എന്ന് പറഞ്ഞൊരു ജീവി എന്റെ ഇല്ല. ആകമ്പടം എനിക്ക് ഇതാണ് കാളയെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ഉണ്ടായിരിക്കും സാറേ. സാറേ കേസ് എടുക്കൊന്ന്. ഗ്യാസ് എന്നൊക്കെ ഞാൻ ഊരിപ്പോവും. എങ്ങനെ? ഗ്യാസിനൊക്കെ നിസ്സാരമായിട്ട് ഞാൻ ഊരിപ്പോവും. കേസായിട്ട് കോടതിയിൽ കോടതിയിൽ എന്തോന്ന് പറഞ്ഞേപ്പാ? പുള്ളിക്കാരനെ പഴയ ഒരു കേസ് കെട്ട് ഗോമതിയായിട്ട് ബന്ധമുണ്ടെന്ന്. അയ്യോ എടുത്ത എന്തോ വേണം പൊടിക്കേ ആ വിശക്കുന്നുണ്ടായിരിക്കും അതല്ലേ. സാറേ സാറിന് സമാധാനപ്പെടുത്താൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. എന്റെ കയ്യിൽ നല്ലൊരു കഥയുണ്ട്. നിന്റെ ആ കുത്തുന്ന കാളേരെ വായിലെടുത്ത് വെച്ചോരുടെ കഥ ഉണ്ടെങ്കിൽ അതല്ലെന്ന്, നല്ല സിനിമയ്ക്ക് പറ്റിയ നല്ല കഥയുണ്ടെന്ന്. എന്നാ ഏതെങ്കിലും സംവിധാനം കൊണ്ട് കാണിക്കും. അയ്യോ അത് പറ്റൂല. ഈ സംവിധാനം വരുന്നത് മോട്ടിച്ച് സിനിമ ആയി കഴിഞ്ഞത് വേറെ ആരും കാണൂലേ. എന്നാ നിന്റെ വെച്ചേക്ക്. അപ്പൊ ലോകം കാണണ്ടേ ഈ സിനിമ? അതല്ലേ പറഞ്ഞ നിന്റെ സിനിമ ആക്കി കഴിഞ്ഞാൽ ആരെങ്കിലും കാണൂല്ലേ? അത് കാണിക്കണ്ട. ഇവ എന്തിന് കഥ എഴുതിക്കൊണ്ടാ കളാന്തോ? സാറ് ഞാൻ ദേഷ്യപ്പെടുന്നത് സാറേ. സാറിന് എന്റെ വീട്ടിലുള്ളവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് എന്റെ ഇച്ചേച്ചിക്ക്. സാറിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ സാറേ, ഏത്? നില്ലടി മുതുക്കി ഉണ്ടിട്ട് വരാന്ന്. 15 പ്രാവശ്യം എന്റെ ഇച്ചേച്ചി കണ്ടു. നല്ല ഹിറ്റ് സിനിമ അല്ലേ? സിനിമയല്ലേ? ഇപ്പൊ സാറിനെ കാണുമ്പോ എന്റെ പറഞ്ഞേ ചേച്ചി ഒന്ന് വിളിപ്പിക്കാൻ പറഞ്ഞായിരുന്നു. ചേച്ചി സംസാരിക്കാൻ ഇപ്പൊ ഒന്നും ചെയ്യണ്ട, സംസാരിക്കാൻ പറ്റിയൊരു മൂടല്ല. നമ്മുടെ പേനുണ്ടോ? ചേച്ചി നമ്പർ എന്ന് പറഞ്ഞേ. 98 98 46 46 10 10 10. ചേച്ചി എന്ത് ചെയ്യുന്ന? 87 വയസ്സുണ്ട്, പല്ലും കൊണ്ട് വീടിനകത്ത് അതെന്തിനു പഠിച്ചിട്ട് ചവച്ചത്? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഗുളിക കഴിച്ച ശേഷം ഒരു 2-10 തിന്നണമെന്ന്. അങ്ങനെ ഒന്ന് ചൂടാവുന്നതും വേണ്ട. പുല്ലിനെ കാണുമ്പോ അങ്ങ് ദേഷ്യം. തനിക്കറിയാല് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഷൂട്ടിംഗ് നടത്തിക്കൊണ്ട് വന്നപ്പം നീ കൊച്ചു നിക്കറിട്ട് എന്റെ അടുത്തൊന്ന് വേഷം ചോദിച്ചോനാണ്. ഷൂട്ടിംഗ് നടത്തുന്ന വിചാരിച്ച് എനിക്ക് നിക്കറുണ്ട്. പിന്നല്ലാതെ സാറേ ഈ സിനിമയുടെ കഥ എന്ന് പറഞ്ഞു. ഈ സിനിമയുടെ കാളകുത്തതിന് മുമ്പായിരുന്ന കഥ സൂപ്പർ കഥയായിരുന്നു, പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇതില് ഒരു കണ്ണ് കാണാൻ വയ്യാത്തൊരു കാളയുണ്ട് കേട്ടോ. ആ കണ്ണ് കാണാൻ വയ്യാത്ത കാളയ്ക്ക് ഒരു പെങ്ങളൊരു കാളച്ചി ഉണ്ടായിരുന്നു. ആ കാളച്ചിക്ക് വേറൊരു കൂട്ടുകാരി കാളച്ചി ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരുടെ കണ്ടത്തിൽ ചെന്നൊരു പാട്ട് സീനുണ്ട്. വാ വാ കണ്ടത്തിലെ കാളേ, വാ വാ കണ്ടത്തിലെ കാളേ, കൂടെ കളിക്കാൻ വാ വാ, കൂടെ കളിക്കാൻ വാ. അങ്ങനെ ഈ കാളച്ചികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേൾക്കുന്നുണ്ടോ? ഇവരിങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു മുതലാളി കാളച്ചന്റെ വീട്ടിൽ പഴകിയും ആ മുതലാളി കാളച്ചി അവരെ പീഡിപ്പിക്കും. അങ്ങനെ ഈ 2 കാളച്ചികളോട് ആറ്റിൽ വീണ് ചാവും. അപ്പൊ ഇതിന്റെ മുതലാളി കാളച്ചൻ വരുമ്പം ഈ സഹോദരൻ കാളച്ചൻ, കണ്ണു കാണാത്ത കാളച്ചൻ കഴുത്തി പിടിച്ചിട്ട് പറയും, തോമസ് കാളച്ചൻ പാവാ, തോമസ് കാളച്ചൻ പാവാ, തോമസ് കാളച്ചൻ പാവാ, തോമസ് കാളച്ചൻ പാവാ. ഇതെങ്ങനെയുണ്ട്? ഇതാണ് ബാക്കി കഥ. ഇതായിരുന്നു ബാക്കി. രഘു, കാളെ ഞാൻ തിരക്കി സ്പെഷ്യൽ താങ്ക്സ് എന്ന് പറഞ്ഞേക്കണം കേട്ടോ. കാള ഈ കാള കുത്തിയിലായിരുന്നെങ്കിൽ ഈ സിനിമയിൽ അഭിനയിച്ചെങ്കിൽ നാട്ടുകാർ എന്നെ കുത്തി ഇവിടെ കിടത്തിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ പാക്കപ്പ് പാക്കപ്പ് പറയണ നീ അല്ല, ഞാനല്ലേ ഡയറക്ടർ അല്ലേ. പാക്കപ്പ്. നല്ലൊരു ഗൈഡ് വരട്ടെ ചേട്ടാ. സെൽവൻ ശ്യാം ശംഭു നന്നായിരുന്നു, കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം നിങ്ങളൊരു പെട്ടെന്നൊന്ന് ഒരു തട്ടിക്കൂട്ടിയ ഒരു ഫീല് തോന്നി എനിക്ക്. കാരണം തമാശകൾ കുറവായിരുന്നു. പിന്നെ സെൽവൻ്റെ ചില അവതരണങ്ങൾ കൊണ്ടുവന്ന ചിരികളല്ലാതെ ഒരു നിങ്ങൾ സാധാരണ ഒരു സ്ക്രിപ്റ്റ് എടുത്തിട്ട് വരുമ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് നോക്കിയാൽ തന്നെ എന്തെങ്കിലും ഒരു സംതിങ് ഡിഫറെൻ്റ് ആയിട്ടൊരു സാധനം കാണും. ആ ഒരു ഡിഫറെൻറ്റ് ഫീൽ ഇതിനും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ലെവലിലോട്ടുള്ള തമാശകൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതുപോരാ, നിങ്ങൾ വരുമ്പം നമ്മളും നമ്മളെ പ്രേക്ഷകരും വിചാരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പൊട്ടിച്ചിരികളാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഗംഭീര പൊട്ടിച്ചിരികളായിട്ട് വരണം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. പ്രജോദ് ചേട്ടാ, ഈ പറഞ്ഞ പോലെ പ്രോഗ്രാമിൻ്റെ തിരക്ക് നമുക്ക് ഈ ഫ്ലോറിൽ കാണാനുണ്ട് ചില സ്കിറ്റുകൾ ചെയ്യുമ്പോൾ. എന്ന് വെച്ചാൽ ഇന്നത്തെ പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു. കാരണം പാറ്റേൺ ഒന്ന് മാറ്റി പിടിച്ചാണ്, ഡിഫറൻ്റായിട്ട് പിടിച്ചതാണ്. പക്ഷേ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഹ്യൂമർ അങ്ങോട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വർക്കായില്ല. പിന്നെ ഭയങ്കരമായിട്ട് ഷോർട്ടായി, പെട്ടെന്ന് തീർന്ന പോലെ ആയിപ്പോയി.
ഭയങ്കര ലെങ്ത് കുറയുന്ന പോലെ. അപ്പോൾ അടുത്തതിൽ എന്തായാലും മേക്കപ്പ് ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. സെൽവൻ കട്ടിലെ കിടന്നു പോയതാണ് പ്രശ്നമായത്. നീ നിലത്തേക്ക് ഇറങ്ങണമായിരുന്നു. കുറച്ചുകൂടെ ആക്ടിവിറ്റി ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ സംഭവം കയറിയെന്നെ. ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന വലിയ തമാശകളൊന്നും കിട്ടിയില്ല. കാര്യം നിങ്ങളുടെ ഒരു കളിയുടെ സ്റ്റൈലല്ല ഇത്. ഒരു എപ്പിസോഡിൽ നീ കിടക്കരുത് കേട്ടോ. കിടന്നോ, കുറച്ച് നേരം കിടക്കുള്ളൂ, പിന്നെ ചാടി എണീക്കണം. കാര്യം ഒരു പവർഫുൾ കളിയുള്ള ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടണം. അതിപ്പോൾ ഇതിൻ്റെ അകത്ത് കിട്ടിയില്ല. സാരമില്ല, അപ്പോൾ അടുത്ത പ്രാവശ്യം ആഞ്ഞു പിടിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. പറഞ്ഞു തട്ടാ ഈ സ്കിറ്റിന്റെ മാർക്സ്. ഞാൻ ഒരു 8,000 രൂപ. 8,000 രൂപ. നസീർക്ക ഞാനൊരു 6,000 രൂപ. 6. ടോട്ടൽ 14,000 രൂപ. ബാക്കി എൻ്റെ വക. ടോട്ടൽ എമൗണ്ട് 30,000 രൂപ. അടിപൊളി. അത്ര അടിപൊളിയല്ല, പക്ഷെ അടുത്ത പ്രാവശ്യം നമുക്ക് ഉഷാറാക്കണം. നിക്ക് വല്യമ്മച്ചി ഉണ്ടിട്ട് പോവാ. അത് ഞാൻ കണ്ടു. നല്ല പടമായിരുന്നു. സാറിന് അടുത്ത പടത്തില് നോക്കട്ടെ. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറയിലെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസിന്റെ ചെറിയ ടീമാണ്. ആഹാ. ടീം എ ആണ് വരാൻ പോകുന്നത്. അനിരുദ്ധ്, ആര്യ, ആരാധ്യ. Let's welcome. നല്ലൊരു ദിവസമായിട്ട് ഇവളിത് എവിടെ പോയി കിടക്കുന്നത്? എടി പ്രാണി, അയ്യോ കേട്ടായിരുന്നേ ആദ്യം തന്നെ കുടത്തിനേറ് കൊണ്ടേനെ. എടി റാണി, എടി റാണിയായി, എടി ഒന്ന് ഇങ്ങോട്ട് വന്നാണ്. എന്തിനാ മനുഷ്യ നിങ്ങൾ ഇങ്ങനെ കിടന്ന് കൂന്നേ? ഇന്നത്തെ ദിവസത്തിന്റെ പുറത്തായത് എന്തുവാ? അത് നമ്മുടെ മോളുടെ നിശ്ചയം ആണല്ലോ. എന്നിട്ട് ഇങ്ങനെ വെറുതെ നിന്നാ മതിയോ? ആ ഡയറി ഇങ്ങ് എടുത്തോണ്ട് വന്നേ, നോക്കട്ടെ എല്ലാം സെറ്റായാന്ന്. ഒരു ടെൻഷൻ. നോക്കട്ടെ, കല്യാണപ്പന്തലിന്റെ കാര്യം റെഡിയായി, പൂജാരി റെഡിയായി, സദ്യയുടെ കാര്യം റെഡിയായി. എടി നിന്റെ കുടുംബക്കാര് മാത്രം എന്തടി ഇത്രയും നല്ല ദിവസമായിട്ട് വരാത്ത? എന്റെ പൊന്നേച്ചുമാരെ ഇങ്ങളെ കേക്കണം. ഇന്നലെ എന്റെ അച്ഛനും അമ്മയും വരാന്ന് പറഞ്ഞാണ്. എന്നിട്ട് ഈ മനുഷ്യനെ പറഞ്ഞ് ഡ്രസ്സ് എടുത്ത് വരുമ്പോ നേരം വൈകുന്ന്. എന്നിട്ട് ഇന്നലെ ഡ്രസ്സ് എടുക്കാൻ പോയോ? അതുമില്ല. നിങ്ങൾ കേക്കണം എന്റെ അച്ഛോ. കല്യാണം കഴിഞ്ഞ് എന്റെ വീട്ടിൽ വന്ന് കയറി 3-ാമത്തെ ദിവസം കല്യാണമാല പോലും പാടുന്നതിന് മുമ്പേ 2 അടുപ്പാക്കിയോളായി നിന്ന് പറയുന്നത്. അതൊക്കെ ശരിയാ, പക്ഷെ നിങ്ങൾക്ക് കൂട്ടുകാരാണല്ലോ എല്ലാത്തിനും. അല്ല അനിയ ഭാവി എന്തിയേ? അതേടി, എനിക്ക് കൂട്ടുകാരെ തന്നെ ഇഷ്ടം. നീ അനിയൻ ബാബ എന്ന് പറഞ്ഞ് കളിയാക്കിയൊന്നും വേണ്ട. നമ്മൾ തമ്മിലുള്ള സ്നേഹം കാരണമാണ് നാട്ടുകാർ നമ്മളെ അനിയൻ ബാബ ചേട്ടൻ ബാബ എന്ന് വിളിക്കുന്നത്. എന്നിട്ട് ആ സ്നേഹം നിങ്ങൾക്ക് എന്നോടുണ്ടാ? എങ്ങനെ സ്നേഹിക്കും? വീട്ടിൽ നിന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ നമ്മൾ സമ്മതിക്കണ്ടേ? വീട്ടിൽ വന്ന് കേറിയ അവിടെ പോ, ഇവിടെ പോ, അത് ചെയ്, ഇത് ചെയ്. എന്നാ ഒരു ചോറ് തരാൻ പറഞ്ഞ ഈ സീരിയൽ ഒന്ന് കഴിഞ്ഞോട്ടെ. പക്ഷെ അവന്റെ കുടുംബക്കാരങ്ങനല്ല. അവന്റെ അമ്മ അവനൊരു പ്ലേറ്റ് ചോറ് കൊടുത്താലേ അതിലരിമണി എണ്ണും. അതെനിക്കും അത്രയും തരാൻ വേണ്ടി. അത് പിന്നെ എന്റെ അമ്മ നിങ്ങളോട് അങ്ങനെ തന്നെയാ കേട്ടാ. പിന്നെ അവളെ കുടുംബക്കാര് ഹോട്ടലൊക്കെ നോക്കി നടത്തണവരാണല്ല. ഞാൻ ഇവളെ അമ്മയുടെ അടുത്ത് പറഞ്ഞു എനിക്കൊരു ഇച്ചിരി ചട്ടിച്ചോറ് തരാൻ. പട്ടിക്ക് കുഴച്ചു കൊടുക്കുന്നതാണ് കൊണ്ടുവന്നത്. വേറെ ഒന്നും കേട്ടാതിരുന്നത് നന്നായി. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. കൂട്ടുകാരനോടുള്ള സ്നേഹം മുതിര് സ്വന്തം മോളുടെ നിശ്ചയം മുതിര് ഒന്നും നോക്കണ്ട എടുത്തു കൊടുത്ത മനുഷ്യനല്ലേ നിങ്ങൾ? ഇന്നാണ് നിശ്ചയം, പോയി എടുത്തോണ്ട് വാ മനുഷ്യ. എന്നത് മറന്നിരിക്കായിരുന്നു. അവനൊന്ന് വിളിച്ചു നോക്കട്ടെ. ബെല്ലടിക്കണുണ്ടടി, കോള് പോണില്ല. കണക്കായി പോയി മനുഷ്യ. എനിക്ക് അന്നേരെ അറിയായിരുന്നു ഇത് ഇങ്ങനെ വരത്തുള്ളന്ന്. ഓ ഒരമ്മ സ്നേഹം. എന്റെ കൊച്ചിന്റെ ചരടേട്ടിന്റെ അമ്മയെ ഈ പറഞ്ഞ കൂട്ടുകാരന്റെ അമ്മയും ഉണ്ടായിരുന്നു. ഉണ്ണീന്ന് വിളിച്ച് കയ്യിലൊന്ന് കൊച്ചിനെ എടുത്തതേ ഉള്ളൂ. 2.5 പവന്റെ അരഞ്ഞാണ് വേണം അപ്രത്യക്ഷമായത്. എടി അവന്റെ അമ്മ അങ്ങനൊന്നും ചെയ്യത്തില്ല. ഞാനൊന്നും അറിയാണ്ട് അവരെ പരിശോധിക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെയും തല്ലി എന്റെ വീട്ടുകാരിട്ട് അവിടെ ഇങ്ങനെ ചാടിപ്പിച്ചില്ലേ? അത് പിന്നെ എല്ലാവരെയും പരിശോധിക്കണ്ടായോ? നീ എന്റെ കുടുംബക്കാരിട്ട് ചാടിച്ചല്ലോ. നിങ്ങൾക്കറിയാവോ, പാവന്റെ അച്ഛൻ കാലിലെത്രയോ ആണിയും വെച്ചോണ്ട് അവിടെ കടന്ന് ചാടി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അച്ഛന്റെ കാല് കണ്ടിട്ട് ഡോക്ടർ ചോദിക്കുക ഇതെന്താ മുള്ളുള്ള സ്പോർട്സ് ഷൂ? എന്നിട്ട് അത് കിട്ടിയോ? അതുമില്ല. അത് കിട്ടാത്തതിന്റെ പേരിൽ സ്വന്തം അനിയനെ മടല് വെട്ടി എറിഞ്ഞ മനുഷ്യനല്ലേ നിങ്ങൾ? എന്നിട്ടിപ്പോ വേറെ ഒരു അനിയൻ. എടി അവൻ അങ്ങനൊന്നും ചെയ്യത്തില്ല. സുനി എന്റെ ഒരേ ഒരു കൂട്ടുകാരനല്ലേ. അയ്യോ ഇനിയിപ്പോ ചെറുക്കന്റെ വീട്ടുകാർ വരുമ്പോ ഞാൻ എന്തെന്നാ പറയുവാ? രമേശാ, രമേശാ വന്ന്. എടാ സുനി, നീ ഇതെവിടെ പോയി കിടക്കുവായിരുന്നടാ നീ? അത് കൊള്ളാം. നമ്മുടെ മോളെ നിശ്ചയായിട്ട് സദ്യക്കാർക്ക് രാവിലത്തെ ഫുഡ് കൊടുക്കണ്ടായോ? പിന്നെ കൊടുക്കണ്ടേ? പന്തലുകാർ
പൂജാരി വരുന്ന വഴിക്ക് അവരെ വണ്ടി നമ്മളെ വയലില്ലേ അതിങ്ങ് പൊതിഞ്ഞായിരുന്നു. അപ്പൊ അതൊന്ന് റെഡിയാക്കി കൊടുത്ത്. പിന്നെ പൂജാരി പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങാനും പോയി. കണ്ടോടി എന്നെ സുനിയുടെ സ്നേഹം കണ്ടോ? നീ എന്തുവാടി പറഞ്ഞ? അല്ലേ വേണ്ട, റിപ്പീറ്റ് അടിക്കും. എടാ ഇവള് പറയുവാന്നേ നീ ഇന്ന് ഇവിടെ വരത്തില്ലെന്ന്. പിന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേടാ? അതെന്ത് ചോദ്യം അളിയാ, എല്ലാം സെറ്റാണ്. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം. മനുഷ്യ മോതിരത്തിന്റെ കാര്യം ചോദിക്കും. നീ പുറത്തൊന്നും പോണ്ട, പിന്നെ മോതിരം കയ്യിലുണ്ടല്ലോ അല്ലേ? ആ മോതിരൊക്കെ സേഫ് ആയിട്ട് അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ആളും പേരും ഒക്കെ ഉള്ളതല്ലേ, മോതിരെങ്ങാനും കാണാതായ നമ്മുടെ കാര്യം നടക്കുവോ? അതുകൊണ്ട് വെച്ചെടുത്ത് തന്നെ സേഫ് ആയിട്ടുണ്ട്. കണ്ടോടി, ഇന്ന കണക്ക് കല്യാണ മോതിരം കക്കൂസിക്കൊണ്ട് കഴിയുന്നവനല്ല എന്റെ സുനി. അവനറിയാം അതിന്റെ വാല്യൂ. പിന്നെ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരെ. അയ്യോ സുനിയേട്ടൻ ഇപ്പൊ എവിടെയും പോണ്ട. എന്തൊരു ഇത് ഓന്താ? ഒന്ന് പോ മനുഷ്യ അവിടുന്ന്. ഏടാ ചെറുക്കന്റെ വീട്ടുകാരൊക്കെ ഇനി എത്താറായി. ഇനിയിപ്പൊ നീ എവിടെയും പോണ്ട. അല്ല ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. നിനക്ക് ഇത്രക്ക് ധൃതിയാണെങ്കിൽ നീ ആ മോതിരം ഇങ്ങ് തന്നിട്ട് പൊക്കോ. മോതിരം ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ലല്ലോ. മോതിരം അവിടെ അല്ലേ, അവിടെ പോയി എടുക്കണ്ടേ? പിന്നെ പെട്ടെന്ന് പോയി എടുത്തോണ്ട് വാ. പെട്ടെന്ന് പോയി എടുക്കാൻ പറ്റത്തില്ല. എന്താ? അതിനുള്ള വണ്ടിക്കൂലി എന്റെ കയ്യിലില്ല. വണ്ടിക്കൂലിയൊക്കെ എത്രാന്ന് പറ, ഞാൻ നിനക്ക് എടുത്തു തരാം. 11,000. 11,000 രൂപ എന്തോത്തിന്? അതെ, 25,000 രൂപയ്ക്കായത് ഞാൻ പണയം വെച്ചേക്കുന്നേ. ഈ ഇത് എടുക്കാനുള്ള കാശ് വാങ്ങണെങ്കിലേ അങ്ങ് ബാംഗ്ലൂര് പോണം. ബാംഗ്ലൂരോ? ആ ഇതിന്റെ പൈസ എന്റെ ഭാര്യയുടെ അമ്മ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പെങ്ങളെ പ്രസവം എടുക്കാനായിട്ട് ബാംഗ്ലൂര് പോയേക്കുക. അതല്ലേ ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് പോണെങ്കിൽ ഫ്ലൈറ്റ് പിടിച്ച് പോണോന്നേ. അയ്യോ എടാ, നിനക്കിത് നേരത്തെ പറഞ്ഞുകൂടായിരുന്ന? എന്റെ ദൈവമേ, അരമണിക്കൂർ കഴിഞ്ഞാൽ എന്റെ മോളുടെ കല്യാണ നിശ്ചയത്തിനുള്ള ആൾക്കാർ ഇവിടെ വരും. അവരെടുത്ത് ഞാൻ എന്തൊരു പറയും? അളിയൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അളിയന്റെ മോളെ എന്റെ മോനെ കൊണ്ട് ഞാൻ കെട്ടിപ്പിക്കും. അപ്പൊ ഇതാണല്ലോടാ നിന്റെ ഉദ്ദേശം? നീയോ നിന്റെ വീട്ടിൽ രണ്ടാമത് ചോറ് കഴിച്ച അടിയാണ് ജോലിക്ക് പോവാത്തേന്. അന്നേരമാ ദിവസം 2 ഇടങ്ങളിൽ ചോറ് തിന്നുന്ന നിന്റെ മോനെ കൊണ്ട്. അതും കുനിഞ്ഞ കൈ മുട്ടിന്റെ അടുത്ത് പോലും എത്താത്തത് നിന്റെ മോനെ കൊണ്ട്. എന്റെ മോളെ കെട്ടിക്കല്ലേ? ഇറങ്ങടാ, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങടാ, പെട്ടെന്ന് ഇറങ്ങും. എനിക്കറിയാറുന്ന അളിയാ, അളിയൻ ഇങ്ങനെ പറയുന്നത്. ഒരു മോതിരത്തിലല്ല ഫ്രണ്ട്ഷിപ്പ് ഇരിക്കുന്നേ. ഞാൻ അളിയനൊന്ന് പറ്റിച്ചതാ. നിശ്ചയൊക്കെ പറഞ്ഞ സമയത്ത് നടക്കും. മോതിരം എന്റെ കയ്യിലുണ്ട്. എന്നാലും അളിയനും അളിയന്റെ ഈ പേന്തലച്ച് പെണ്ണുപുള്ളിയെ കൂടി പറഞ്ഞത് അതെനിക്ക് ഇഷ്ടപ്പെട്ട്. സുനി, ഞാനും ഒരു അച്ഛനല്ലേടാ. അപ്പോ ഈ മോളെ കല്യാണ നിശ്ചയമൊക്കെ മുടങ്ങുന്ന അളിയനൊന്നും പറയണ്ട. ഒന്നുമില്ലേലും നമ്മളൊരേ പായലല്ല അളിയ കിടന്നത്, ഒരേ പാത്രത്തിലല്ല അളിയ ഉണ്ടത്. എന്നിട്ടും അളിയൻ എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല. എനിക്ക് സങ്കടമൊന്നുമില്ല അളിയ. അവന്റെ അടുത്ത് ഒന്നും പറയണ്ടായിരുന്നു. ദാടി മോതിരം ഇതേ ബാബാ അല്ലേ എഴുതിയേക്കുന്നേ? അതെ, ഇതെന്റെ അമ്മയുടെ കല്യാണ നിശ്ചയത്തിന് മോതിര. അപ്പൊ അച്ഛനത് പണ്ട് ഇട്ട് കൊടുത്തതാണ്. അപ്പൊ ഞാനത് നൈസായിട്ടൊന്ന് അമ്മ അറിയാതെ എടുത്തു കൊണ്ടുവന്ന. എന്തായാലും നിങ്ങളെ കാര്യം നടക്കട്ടെ. ഇനിയിപ്പോ ചെറുക്കന്റെ വീട്ടുകാരും നമ്മൾ എന്താ പറയുവാ? അതോർത്തൊന്നും പേടിക്കണ്ട. ചെറുക്കനെ പറ്റി ഞാൻ അന്വേഷിച്ച് വലിയ വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലെന്നേ. അവൻ ഇതൊക്കെ പഠിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ഈ മോതിരം കൊടുത്ത് മറ്റേ മോതിരം എടുത്തിടാം. എങ്ങനുണ്ട് എന്റെ ഐഡിയ? നല്ല ബെസ്റ്റ് ഐഡിയ. എടാ സുനി, അയ്യോ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസിന് ഒരു നല്ല കൈഡി. രാജൻ ചേട്ടാ, അനിരുദ്ധ്, എന്തോ ആര്യ, ആരാധ്യ, ആ നന്നായിരുന്നു മക്കളെ. നിങ്ങൾ സാധാരണ നിങ്ങൾ ചെയ്യുമ്പോൾ ഉള്ളൊരു എനർജി ഉണ്ട്, ആ എനർജി കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ തമാശകൾ കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പോകുന്നത് പോലെ ഫീൽ ചെയ്തുള്ളൂ. നമുക്ക് അതിനകത്തോട്ട് അങ്ങോട്ട് ഇന്നായില്ല. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾ ഉഗ്രൻ ആക്ടേഴ്സാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. എപ്പോഴും ഗംഭീര സംഭവങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പം നെക്സ്റ്റ് ടൈം വരുമ്പം പൊട്ടിച്ചിരികളുമായിട്ട് വരണം, നല്ല നല്ല ചിരികളുമായിട്ട് വരണം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക, മോള് കൊള്ളായിരുന്നു കേട്ടോ. ഭാര്യ നല്ല രസമായിരുന്നു. അനിരുദ്ധ് ഭർത്താവ് നല്ലതായിരുന്നു. കൂട്ടുകാരനും നന്നായിരുന്നു. 3 പേരും നിങ്ങളെ ഏൽപ്പിച്ച ഭാഗം നിങ്ങൾക്ക് വൃത്തിയായിട്ടും ക്ലിയർ ആയിട്ടും നിങ്ങൾ ചെയ്തു. ഈ തമാശയുടെ ഒരു കുറഞ്ഞാലാണ് നമുക്ക് ചിരി വരാതിരിക്കുന്നത്. അടുത്ത പ്രാവശ്യം നല്ല സ്കിറ്റുമായിട്ട് വരിക, ഞങ്ങളെ ചിരിപ്പിക്കുക, നമ്മുടെ പ്രേക്ഷകരും ചിരിപ്പിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. പ്രചോദേട്ടാ, അനിരുദ്ധേ, ആര്യ, ആരാധ്യ, ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പോർഷൻസ് നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു. ഇടയ്ക്ക് 1-2 കോമഡികളൊക്കെ നമുക്ക് ചിരിക്കാനുണ്ടായിരുന്നു. ബാക്കി ഹ്യൂമർ വളരെ കുറവായിട്ട് തോന്നി. നസീർക്ക പറഞ്ഞ പോലെ ഹ്യൂമർ തിക്കി നിറയ്ക്കണം കേട്ടോ. 3 പേർക്ക് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രചോദേട്ടാ. അപ്പോ ഇവരുടെ മാർക്സ് പ്രചോദേട്ടാ 5,000 രൂപ. 5,000 രൂപ. ഷാജൻ ചേട്ടാ, ഞാനും ഒരു 5,000 രൂപ കൊടുക്കും. ഇപ്പൊ ടോട്ടൽ 10,000 രൂപയായിട്ടുണ്ട്. നസീർക്ക, നമ്മുടെ കണത്തിൽ അതെ, ടോട്ടൽ എമൗണ്ട് 15,000 രൂപ. നമ്മുടെ എമൗണ്ട് ഇതല്ല, അറിയാമല്ലോ. അടുത്ത പ്രാവശ്യം നമ്മളത് കലക്കുന്നു. ഓക്കെ.
ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീം റെഡിയാണ്. വിളിക്കട്ടെ? വിളിക്കേ. നമ്മുടെ മനോജ് കോമ ചേട്ടനുണ്ട്, സോളമൻ ചേട്ടനുണ്ട്, ഓ. കൂടെ രാജിമോനും. അടിപൊളി. വെൽക്കം ഇവരെ 3 പേര്. അച്ഛാ 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 അച്ഛാ, ഈ മകളുടെ ഗതാഗതം കേൾക്കുന്നുണ്ടോ അച്ഛാ? ഗതാഗതം കേൾക്കുന്നുണ്ടോ അച്ഛാ? ആദ്യം അമ്മ പോയി, അതിന്റെ പുറകെ അച്ഛനും പോയി. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചു പോകാൻ നിങ്ങൾ ടൂറിന് പോയതായിരുന്നു അച്ഛാ. ഒരാത്മകൻ കർമ്മം ചെയ്യാനില്ലെന്ന് പറഞ്ഞല്ലേ അച്ഛൻ വിഷമിച്ചല്ലേ മരിച്ചത്? അച്ഛന് കർമ്മം ചെയ്യാൻ ഒരു ആത്മകനുണ്ട്. പോലീസുകാർ കൊണ്ടുപോയി കൂമ്പിലിടിച്ചാലും ഗുണ്ടയാന്നും പറഞ്ഞ് ഞെളിഞ്ഞു പിരിഞ്ഞൊരു നാണവും ഇല്ലാതെ നടക്കുന്ന എന്റെ ഭർത്താവ് കരടി വാസു. പുള്ളി വന്ന് കർമ്മം ചെയ്യുമ്പോ അച്ഛൻ സഹകരിക്കണേ അച്ഛാ. അച്ഛന്റെ മരുമോൻ അച്ഛന് കർമ്മം ചെയ്യും അച്ഛാ. കൊടുത്തി കയറി പയ്യ ഒഴുകി പൊക്കോണേ അച്ഛാ. അച്ഛാ ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നുണ്ട്. ഹലോ ഹലോ ഹലോ, ആരാ? അതെ, കർമ്മയാണേ. ആ പറ കർമ്മി. ഞാൻ നിങ്ങളുടെ വീടിന്റെ അടുത്ത അമ്പലത്തിന്റെ ആൾച്ചോട്ടിന് അവിടെ വന്ന് നിൽക്കുകയാണേ. എന്റെ വീട് കഴിഞ്ഞൊരു 10 സ്റ്റെപ്പ് നിങ്ങൾ മുമ്പിലേക്ക് പോയി. ഒരു കാര്യം ചെയ്, നിങ്ങൾ 10 സ്റ്റെപ്പ് ഇട്ട് പുറകിലേക്ക് വാ കർമ്മി. ആ ഓക്കെ ഓക്കെ, വേഗം വാ. ഒരു കർമ്മം നടക്കുന്ന വീട്ടിൽ ബ്രേക്ക് ഡാൻസുകാർക്ക് എന്തിനാ കാര്യം? അയ്യോ, ഞാൻ ബ്രേക്ക് ഡാൻസുകാരനല്ല. ഇപ്പൊ ഇവിടെ നിങ്ങാണ്ട് ഒരു കർമ്മിയെ വേണമെന്ന് പറഞ്ഞൊരു ഫോൺ കോൾ വന്നായിരുന്നല്ലോ. അയ്യോ, അത് ഞാനാ വിളിച്ചത്. ആണോ? അപ്പൊ എനിക്ക് എല്ലാം പെട്ടെന്ന് വേണം. എനിക്ക് എന്നാ സെക്കൻഡ് കർമ്മം ഉള്ളതാ. ഓ ആയിക്കോട്ടെ. അതാരാണ് കർമ്മം ചെയ്യുന്ന? ആരാണ്? എന്റെ ഭർത്താവാ. എത്രയും പെട്ടെന്ന് വേണം. ഭർത്താവിനെ വിളിക്ക്. ആ പുള്ളി കുളിക്കാൻ പോയേക്കുക. 16 ദിവസം നല്ല വ്രതമായിട്ടിരുന്ന മനുഷ്യൻ ഇപ്പോഴെന്തിനാ കുളിക്കാൻ പോയെ? എനിക്ക് സെക്കൻഡ് ഉള്ളതെന്ന് പറഞ്ഞു നിങ്ങളുടെ തോന്നിവാസം ഞാൻ കൂട്ടിയിരിക്കല്ല. ഇതിനേക്കാളും വലിയ കളിപ്പന എന്റെ ഭർത്താവ്. നിങ്ങൾ ഈ പറയുന്നതൊക്കെ പുള്ളി കേട്ടോണ്ട് വന്നോണ്ടല്ലോ, പെടലി നേരമ്പിന് അടിക്കും. ഭീകരനാണോ? ആ എന്നെ ഭർത്താവിനെ പറ്റി കേട്ടിട്ടില്ലേ? ഇല്ല. യോ, എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് മുഴുവൻ കിടുകിടാ വിറപ്പിക്കുന്ന ഗുണ്ടയാ. അപ്പൊ ചേട്ടന്റെ ഫ്രീസർ തിരിച്ചു കഴിഞ്ഞു. ഇതെങ്ങാനും പുള്ളി കേട്ടിയാ നിങ്ങൾ കേറും. എവിടെ? ഫ്രീസറിൽ. എന്തോ ആയിക്കോട്ടെ, ആ ഭീകരനെ ഒന്ന് വിളിക്കാവോ? ഏട്ടാ ഏട്ടാ, ഇവിടെ പ്രശ്നക്കാരൻ വന്നേക്കുവാ. ഈ കരടി വാസുവിന്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ ആരാ യോഗ്യനാണ്? കടിച്ചു കീറിക്കളയാ കേട്ടോ. എന്തൊക്കെ പറയുന്നത്? പിന്നെ പ്രശ്നക്കാരൻ വന്ന് പറഞ്ഞു അച്ഛനെ കർമ്മം ചെയ്യാൻ വേണ്ടി കർമ്മി വന്നേക്കാന്ന്. എന്നിട്ട് കർമ്മി എവിടെ നിൽക്കുന്ന? ഹലോ ചേടാ, ഇവനെ ഞാൻ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ. എവിടെ വെച്ചോ ഞാൻ ഇവനെ പഞ്ഞിക്കിട്ടിട്ടുണ്ട്. ഹലോ ഹലോ, ഒന്നുകൂടെ പറഞ്ഞേ ഹലോ ഒന്ന്. ഹലോ. നല്ല പരിചയമുള്ള ശബ്ദം. എവിടെ വെച്ചായിരിക്കും? ഒരു പിടുത്തമില്ല. ചേർത്തല കള്ള് ഷാപ്പിനോട് വെച്ച്? ഇല്ല, ഞാൻ ചേർത്തല വന്നിട്ടുമില്ല. ചേട്ടൻ എന്നെ കണ്ടിട്ടുമില്ല, എനിക്ക് തിരിച്ചിട്ടുമില്ല. ഞാൻ നഷ്ടപരിഹാരം അങ്ങോട്ട് തന്നിട്ടുമില്ല. അതാണ്. അല്ല, എന്നറിയോ, ഈ ചേർത്തല കള്ള് ഷാപ്പിന്റെ ഓടെ വെച്ചിട്ട് എന്റെ മെയിൻ ഹോബിയാണ് ഈ ചിരട്ടക്കണ്ണി അടിച്ചു പൊട്ടിക്കാൻ. അങ്ങനെ അടിച്ചു പൊട്ടിച്ച വഴിക്ക് ഒരു ശബ്ദം കേട്ടാതാ. അവന്റെ പേര് മുണ്ടക്കൈ ശങ്കരനാ. എടാ ശങ്കര, എന്തോ എടാ വൃത്തികെട്ടവനെ, നീ താടി ഇട്ടോണ്ട് വന്നാലും എനിക്ക് മനസ്സിലാക്കട്ടാ. നീ വൈരാഗ്യം തീർക്കാൻ വന്നല്ലടാ. പൊന്നിയേട്ടാ, നമ്മൾ അന്ന് അതെല്ലാം പറഞ്ഞു തീർത്ത് നഷ്ടപരിഹാരം തന്നു പോയതല്ലേ. എന്തിന്? എന്നെ ഇടിച്ചേന്. ഇപ്പൊ പറയേണ്ട കാര്യമല്ലോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാനിപ്പോ പറയുവാണ്, ഇവിടെ നീ കർമ്മയായിട്ട് വന്നിരിക്കുവാണ്. കർമ്മം ചെയ്യണം കേട്ടോ. പഴയതൊക്കെ അങ്ങ് മറക്കണം. ഇരിക്കുക. മര്യാദയ്ക്ക് പറയടാ. ഇരിക്കാവോ? ഇരുന്നോടി. ലിസ്റ്റിലുള്ള സാധനം എന്ത് കൊണ്ടുവച്ചിട്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അച്ഛനെ അങ്ങോട്ട് ആവാഹിച്ചാലോ? അച്ഛനെ ആവാഹിക്കാൻ തനിക്ക് പറ്റുമോ? എന്റെ അച്ഛനല്ല, ഇവിടെ അച്ഛനെ ആവാഹിക്കാൻ തനിക്ക് പറ്റുമോ? തനിക്ക് പറ്റും. തനിക്കെന്നല്ല, ഈ ലോകത്തിലെ ആർക്കും പറ്റത്തില്ല. എന്താണ്? എടാ, അയാൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു പെങ്കോന്തന. നേരെ മറിച്ച് ഏതെങ്കിലും പെണ്ണുങ്ങൾ കുളിക്കുന്ന കുളിക്കടവിലോട്ട് ഈ കുടവായിട്ട് നേരെ അങ്ങോട്ട് കൊണ്ട് ചെല്ലുക. തന്നെ അയാൾ വലിഞ്ഞു കയറിക്കോളൂ, ആവാഹിച്ചോളൂ. പിന്നെ നിനക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ 2 കിഴുത്തേം കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വർഷങ്ങളോളം അവിടെ ഇരിക്കും. നിങ്ങൾ ദൈവത്തെ ഓർത്ത് അതും ഇതും പറഞ്ഞോണ്ടിരിക്കല്. നമുക്ക് കർമ്മത്തിലേക്ക് കടക്കാം. കടക്കാമല്ലോ. പിണ്ടമെടുക്കുക. എന്നിട്ട് ഇത് പിണ്ടമെടുക്കുക.
പിന്നെ വെടുത്തതിന് ശേഷം നമ്മൾ ഇത് കാക്കയ്ക്ക് കൊടുക്കുക. അച്ഛൻ എങ്ങനെ മരിച്ചേ? ഓ അച്ഛൻ കിണറ്റി വീണ മരിച്ചത്. ആഹാ, അരിഞ്ഞാണം ഉണ്ടായിരുന്നോ? അരിഞ്ഞാണം പോയിട്ട് ഒരു വള്ളിച്ചണ്ട് പോലും പുള്ളിക്ക്. അതല്ലെന്ന്, കിണറിന് അരിഞ്ഞാണം ഉണ്ടായിരുന്നു എന്ന്. 33 അരിഞ്ഞാണം കിണറ്റിലുണ്ടായിരുന്നു. ആണോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, കുടവെടുത്ത് തലയിലോട്ട് വെക്കുക. ഓക്കെ അതൊക്കെ സിമ്പിൾ ആണ്, ചെയ്യാം. ഇത് ഈ പട്ടടയ്ക്ക് ചുറ്റും എത്ര അച്ഛൻ എത്ര അരിഞ്ഞാണെന്ന് പറഞ്ഞേ? 33 അരിഞ്ഞാണം 33 തവണ ഈ പട്ടട ചുറ്റണം. സിമ്പിൾ അല്ലേ? തരും ഞാൻ. ആ സിമ്പിൾ എന്ന് പറയല്ല, ഒറ്റക്കാലേ വേണം ഇതിലെ പടക്കി വെച്ച് നടക്കാം. നീ എനിക്കിട്ട് വടതായിട്ടാ ഈ പകപൂക്കിയാണല്ലേടാ. നടക്ക് തരാം കേട്ടോ. നീ നടക്കുമ്പോ ഞാൻ നിന്റെ പുറകിൽ നിന്ന് വെട്ടും. കുടത്തിലിട്ട് വെട്ടുമെന്ന് ആവശ്യമില്ലാതെ ഇരിയൊന്നും ചെയ്യല്ല, നിന്നെ ടിക്കറ്റ് വെട്ടും. അപ്പൊ നടക്ക പ്രാർത്ഥിച്ച് നടക്കടി. പൂർത്തിയാക്കിയില്ല. കർമ്മം ഏശിയില്ല, കർമ്മം പോയി. കർമ്മം ഇതിന് പരിഹാരം വല്ലതും ഉണ്ടോ? പരിഹാരമുണ്ട്, ഞാൻ പറയുന്ന പരിഹാരം ചെയ്യോ? അതായത് ഋതുപാദേശ നാളികേരസ്യ നെറ്റിയാഹ അടിക്കഹ എന്ന് വെച്ചാ നാളികേരം എടുത്ത് നെറ്റി കൊണ്ട് അടിച്ചു പൊട്ടിക്കണം. നിങ്ങൾ പൊട്ടിക്കോ? അല്ല, നിങ്ങൾ പൊട്ടിക്കണം. എന്റെ ചേട്ടാ, അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടാല്ലേ ചേട്ടാ? ഇങ്ങോട്ട് വന്ന് എഴുന്നേറ്റ് വന്ന് ഇങ്ങോട്ട് പോ. ഇന്ന് നാളികേരം നെറ്റി വെച്ച് അടിച്ച് പൊട്ടിക്ക്. ഇതെങ്ങനെ പൊട്ടിക്കും? പൊട്ടി ശാന്തി കിട്ടിയോ നോക്ക്. അപ്പൊ ശാന്തി എല്ലാം കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യ്, അച്ഛന്റെ ആത്മാവ് തേനെ കടന്നു വരുന്നുണ്ട്. അയ്യോ, ഇച്ചിരി ഒന്ന് മാറി നിന്നേ. നീ ഉണ്ടല്ലോ, നീ പകരം വിട്ടല്ലേടാ. നീ വീട്ടിൽ കയറിയിരിക്കല്ലേടാ. ഇറങ്ങി പോടാ. ഇവിടെ അപ്പൊ പൊട്ടി ചേട്ടാ, നിങ്ങളുടെ അച്ഛന്റെ ആത്മാവ് തേണ്ട ഈ കടന്നു വന്നോണ്ടിരിക്കുവാണ്. എവിടം വരെ വന്നു? ഇവിടെ മാണ്ടാവാതൊക്കെ വന്ന് നിൽക്കുവാണ്. അവിടെയോ? അവനോട് എന്റെ ഇവിടെ വരാൻ പറ. കൈപ്പാക്കിനടിച്ച് ഞാൻ വീഴ്ത്തില്ല, എനിക്ക് വയ്യ. ഇച്ചിരി ഒന്ന് മാറിക്കാൻ, ഇച്ചിരി കാറ്റ് കിട്ടും. എടാ, ഉള്ള കാറ്റ് പോയിട്ടല്ലേ ഇളെ തെക്കോട്ടെടുത്തത്. അങ്ങനെ അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ. അച്ഛൻ കുടത്തിലേക്ക് വന്നിട്ടുണ്ട്. കേട്ടോ. ഓക്കെയാണോ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ചെറിയൊരു പ്രശ്നം കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു പ്രായമായ സ്ത്രീയുടെ സാന്നിധ്യം കാണിക്കുന്നുണ്ട് ഇവിടെ. അതിവളാ എന്നെ കല്യാണം കഴിച്ച സമയത്ത് ഇവിടെ തന്ന 5-8 വയസ്സ് കുറച്ചിട്ടാ എന്നെ കല്യാണം കഴിപ്പിച്ചേ. അതാ പ്രായമായ സ്ത്രീയുടെ സാന്നിധ്യം. അതല്ലെന്ന്, പിന്നെ ഇവിടെ മരിച്ചുപോയ ഒരു സ്ത്രീയുടെ സാന്നിധ്യം കാണിക്കുന്നുണ്ടെന്ന്. അതാരുതാ? ഇക്കിളെടുക്കുന്ന എന്റെ ഭാര്യക്ക് വെള്ളം കൊടുക്കാറുണ്ട്. എന്റെതാ കരടി വാസു. നല്ല പരിചയമുള്ള ശബ്ദം. ആരാ? നിന്റെ അമ്മായിയമ്മ ദേവകിയാടാ ഞാൻ. അയ്യോ, മരിച്ചുപോയ എന്റെ അമ്മായിയമ്മ ദേവകിയാണ്. എടാ, നീ എന്റെ മോളെ ഇട്ട് എത്ര കാലമായിട്ടാണ് ഉദവിക്കുന്ന കാല? നിന്നെ ഞാൻ മരിച്ചിട്ട് നാളെ ഒരാണ്ട് തികയുവാ. അതുകൊണ്ട് ഇപ്പൊ ഇയാൾക്ക് ചെയ്ത പോലെ വിറവെടുത്ത് കർമ്മം നീ എനിക്കും ചെയ്തില്ലെങ്കിൽ നിന്റെ പാതി ജീവൻ ഞാൻ അങ്ങ് എടുക്കും. പാതി എന്തിനാ ആക്കുന്നേ? മുഴുവനായിട്ട് അങ്ങ് എടുത്തുകൂടെ? അയ്യോ, മരിച്ചോണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് എന്തെങ്കിലും രീതി കർമ്മം ചെയ്യാൻ വഴിയുണ്ടോ? ആരാണ് മരിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ തന്നെ, കരടി വാസു, 54 വയസ്സ്. നിങ്ങളുടെ നക്ഷത്രം തിരുവാതിര അല്ലേ? എന്റെ നക്ഷത്രം ചതയമാണോ? ചതയം. നല്ല സ്കിറ്റ് നസീർക്ക. സോളമ്മ എങ്ങനെ ഉണ്ടായിരുന്നടാ? പക്ഷെ നമുക്ക് ചിരിക്കാനുള്ള ഒന്നും വലുതായിട്ട് കിട്ടിയില്ല കേട്ടോ. നിങ്ങൾ 3 പേരും നല്ലവണ്ണം ആക്ട് ചെയ്തു. പക്ഷേ നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു. നമുക്ക് വേണമെങ്കിൽ നന്നാക്കി എടുക്കാൻ പറ്റുമായിരുന്നു. എവിടേക്കോ എന്തൊക്കെയോ പാളിച്ചകൾ വന്നിട്ടുണ്ട്. എന്താണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഒരുപാട് കുറ്റങ്ങളൊന്നും പറയുന്നില്ല. നെക്സ്റ്റ് ടൈം നന്നാക്കി എടുക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ഷാജൻ ചേട്ടാ. മനോജെ, സോളമ, രാജ്മോനെ,
എന്താ പറയണ്ടെന്ന് അറിഞ്ഞൂടാ, നമുക്ക് അങ്ങോട്ട് ചിരിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. സോളമൻ നല്ലൊരു റൈറ്ററിനെ കൊണ്ടൊരു നല്ല സ്കിറ്റ്. കാര്യം സോളമൻ ലീഡ് ചെയ്ത് ഏത് ക്യാരക്ടർ, ഇപ്പോൾ കള്ളുകുടിയനായിക്കോട്ടെ ഗുണ്ടയായിക്കോട്ടെ ഏത് ക്യാരക്ടർ ചെയ്താലും സോളമൻ നല്ലൊരു പെർഫോമറാണ്. നിങ്ങൾ രണ്ടുപേരും ഉഗ്രം പെർഫോമേഴ്സാണ്, രാജ്മോഹൻ രണ്ടുപേരും ഉഗ്രം പെർഫോമേഴ്സാണ്. പക്ഷേ എന്താണ് നിങ്ങളുടെ കയ്യിലോട്ട് അതൊരു സാധനം കിട്ടണം. നെക്സ്റ്റ് ടൈം വരുമ്പോൾ നല്ലൊരു റൈറ്ററിനെ കൊണ്ട് നല്ല ഉഗ്രനൊരു സ്കിറ്റ് എഴുതിച്ചിട്ട് നല്ല പൊട്ടിച്ചിരികളുമായിട്ട് നെക്സ്റ്റ് ടൈം വരണം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. പ്രജോദ് ചേട്ടാ. സോളമ, മനോജ, രാജിമോനെ, ഞാൻ പോസിറ്റീവ് സൈഡ് ആദ്യം പറയാം. എനിക്ക് ഏറ്റവും അധികം ചിരി വന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ സോളമനെ അടി കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു 3-4 സൈഡിൽ പോയിട്ട് നീ ഇവിടെ റിലേ പോയൊരു സാധനം, അത് ഉഗ്രം പെർഫോമിങ് ആയിരുന്നു കേട്ടോ. കാര്യം നമ്മളത് സോളമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാധനം. പിന്നെ മനോജിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ക്വാളിറ്റി, മനോജിന് ഏത് ക്യാരക്ടറും ചെയ്യാം. അപ്പോൾ മനോജ് ഈ ക്യാരക്ടർ ചെയ്താൽ അത് കറക്റ്റാണ്. പ്രശ്നം തീർക്കാൻ വേണ്ടി വന്നൊരാളുടെ ക്യാരക്ടർ ചെയ്തു, അത് വന്നു. പിന്നെ നമുക്ക് ഡയലോഗ്സിൻ്റെ കുറച്ച് റിഹേഴ്സലിൻ്റെ പ്രശ്നമാണ് മനോജിന് ബാധിച്ചത്. രാജ്മോഹൻ്റെ ക്യാരക്ടറൊക്കെ നല്ല രസമായിട്ട് ചെയ്ത് ബാധ കയറുന്നതൊക്കെ ഓക്കെയാണ്. നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയ സംഭവം ലൊക്കേഷനുണ്ട്. നമ്മൾ നിന്ന് കോമഡി പറയേണ്ട സിറ്റുവേഷൻ ലൊക്കേഷൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കയറാൻ വലിയ പാടാണ്. ഒന്നൊരു മരണം സംഭവിച്ച അച്ഛൻ്റെ പട്ടയുടെ ഫ്രണ്ടിൽ കിടന്ന് ആ മണലും ഇതെല്ലാം കൂടെ കിടക്കുന്നു, തൊട്ടപ്പുറത്ത് കുടങ്ങളിരിക്കുന്നു. നമ്മുടെ വിഷ്വലി നമുക്കൊരു വേദനയുണ്ട്. ഈ വേദനയിൽ നിന്ന് ചിരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അസാധ്യ കോമഡി ആയിരിക്കണം. അത് നമുക്ക് ഭയങ്കരമായിട്ട് തുടക്കം തൊട്ട് തന്നെ ഹേർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ ജീവിക്കും തോന്നില്ല. അത് ബേസിക്കലി നിങ്ങൾ 3 പേരും നല്ല ആർട്ടിസ്റ്റാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു മാറ്റർ സിറ്റുവേഷൻ ഒന്ന് മാറ്റി പിടിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കുക കേട്ടോ. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രജോദ് ചേട്ടാ. അപ്പോൾ മാർക്സ് നസീർക്ക എത്ര മാർക്ക് കൊടുക്കാം? 5000 രൂപ. ഷാജൻ ചേട്ടാ ഞാനൊരു 5000. ടോട്ടൽ 10000 രൂപ. പ്രജോദ് ചേട്ടാ ടോട്ടൽ എമൗണ്ട് 20000 രൂപ. അപ്പം ഇത് വിട്ടേരെ അടുത്ത പ്രാവശ്യം നല്ലൊരു സ്കിറ്റുമായിട്ട് വന്ന് ഒരുപാട് മാർക്കും ഒരുപാട് പൈസ വാങ്ങിച്ചോണ്ട് പോകാം ചേട്ടാ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീമിനെ വിളിക്കട്ടെ. സൂര്യശ്രീ ഉണ്ട്, പ്രസാദ് ഏട്ടനുണ്ട്, കൂടെ വിഷ്ണു. നല്ലൊരു കൈഡി. മുത്തേ നീ ചായുറങ്ങ് എന്നോമൽ പൊന്നുറങ്ങ്. കരയില്ലടാ ചുണ്ടൊരു ആവല്ലേ കരയല്ലേ ചുക്കുരു ആവേ കുങ്കുരി കുട്ടു കരയല്ലേ വയറുവേദന എടുക്കണടാ. അയ്യോ എന്താന്നറിയില്ല ചേച്ചി, രാവിലെ തൊട്ട് മോന് ഭയങ്കര കരച്ചിലാ ചേച്ചി. വയറുവേദനയാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ അകത്തോട്ട് കൊണ്ട് 2 തേങ്ങ തിരുമിക്കട്ടെ. എന്റെ കുഞ്ഞിനെ കൊണ്ട് തേങ്ങ തിരുമാനാ? നേരം വെളുത്തപ്പോ തൊട്ട് ഒരു ചെരവേം കഷത്ത് വെച്ചോണ്ട് അവൻ നടക്കുവാ. കുഞ്ഞാ പോലും അവിടെ. എന്താന്നറിയില്ല ചേച്ചി, 2-3 ദിവസം കൊണ്ട് ഭയങ്കര സ്വപ്നം കാണൊക്കെ. ഞാനൊരു കല്യാണം കഴിക്കുന്നു, എനിക്കൊരു കുഞ്ഞുണ്ടാവുന്നു, എങ്ങനെയൊക്കെയാണ് സ്വപ്നം. കണക്കിനാണെ നിനക്ക് കല്യാണവും നീ കഴിക്കത്തില്ല, നിനക്കൊരു കുഞ്ഞും ഉണ്ടാവാൻ പോകുന്നില്ല. അതെങ്ങനെ നടക്കും? എരുമയെ പോലെ ഇവിടെ പണിയും ചെയ്യണം, പട്ടിയെ പോലെ ജീവിക്കാൻ വേണം. മാട് പോലെ തിന്നുന്നതിന് ഒരു കുറവില്ലല്ലോ. അപ്പൊ ഞാൻ തിന്നതാണ് നിങ്ങളുടെ പ്രശ്നം. നിർത്തി നിർത്തി നിർത്തി. അല്ല നീ പിണങ്ങിയോ? എവിടെ പണങ്ങ? അടുക്കളയിൽ ബീഫ് വേവിക്കാത്തേക്ക് ഞാൻ ഉപ്പ് നോക്കണ്ടേ? വേണ്ട. കഴിഞ്ഞ ദിവസം ഒരു ബീഫിന്റെ ഉപ്പ് നോക്കാൻ പോയത് ഓർമ്മയുണ്ട്. അതിനകത്ത് ഒരു കഷ്ണം പോലും ബാക്കിയില്ലായിരുന്നല്ലോടാ. ഓരോ കഷ്ണത്തിന് ഉപ്പുണ്ടോ നോക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ തെറി പറയോ? പറയോ ഇല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ നോക്കണത്. ഈ ബീഫിന്റെ ഉപ്പ് നോക്കണ്ട, പോയി ആ ദോശ മറിച്ചിട്ട് ചെല്ലി. സ്റ്റേജിന് പുറത്ത് നാടകം കണ്ടുകൊണ്ടിരിക്കെ കോട്ടുവായിട്ട യുവാവിന് 12 വർഷം കഠിന തടവ്. 10 മണിക്ക് ശേഷം മൈക്ക് ഓർഡർ ഇല്ലല്ലോ, അവൻ അത് കിട്ടിയെങ്കിലേ ആവശ്യമുള്ളൂ. ഒരു ലോകവാടാ ഇത്. ലോകവാ. അവര് പഴം എടുത്തോട്ടെ. എടാ ഇതൊക്കെ ചോദിക്കണോ? നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ച് നിനക്ക് ആ പഴം അങ്ങ് എടുത്തുകൂടായോ? ചോദിച്ചില്ലെങ്കിൽ പഴത്തി തൊട്ടേന്നും പറഞ്ഞ് എന്നെ 12 വർഷം പിടിച്ച് അകത്തിടാനാണ്. അങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം. എടുക്ക്. അയ്യോ അയ്യോ വിളിച്ചു പെണ്ണുമ്പിള്ള അടിച്ചടാ. ആണോ ചേച്ചി അടിച്ചത്? ആണോ അടിച്ചത്? എടാ 1.5 കോടി അടിച്ചടാ. ആർക്ക്? എനിക്ക്. അങ്ങനെ നീ പത്രം ഒന്നും വായിക്കത്തില്ലയോ? ഞാൻ ഇവിടെ പത്രം വായിക്കാം. പത്രത്തിലെ വാർത്ത കണ്ടോ? പുതിയ ഡാൻസ് റിയാലിറ്റി ഷോയിൽ 1ാം സമ്മാനം 1.5 കോടി. അതിന് എനിക്കെന്തോന്നു? എടാ കുടുംബിനികൾക്ക് മുൻഗണന. ഞാൻ കുടുംബിനിയൊന്നും അല്ലല്ലോ. നിന്റെ കാര്യമല്ല, ഞാൻ കുടുംബിനിയല്ലേ. ഞാൻ ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നു, സമ്മാനം വാങ്ങുന്നു, 1.5 കോടി കൊണ്ട് വരുന്നു. ആ പറമ്പിൽ പശുവിനെ അഴിച്ചു കെട്ടും പോലെ അല്ല ഇത്. ദേഹം അനങ്ങാൻ 1.5 കോടി വാങ്ങണോ? നീ അങ്ങനെ എന്നെ കളിയാക്കുമെന്ന് വേണ്ട. എനിക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയാം. ഇതൊക്കെ അണ്ണ അറിഞ്ഞുള്ള വിഷയം അറിയാവോ? അണ്ണന്റെ കാര്യം നീ മിണ്ടി പോവരുത്. എടാ ഒരു കലാകാരിയുടെ ജീവിതം തകർത്ത മനുഷ്യൻ എന്റെ എന്തെല്ലാം സ്വപ്നങ്ങൾ അയാൾ തകർത്തേന്നറിയാവോ? ഉറങ്ങിക്കിടമ്പോ സ്വപ്നത്തിൽ നിന്ന് വിളിച്ചുണർത്തിയ അണ്ണ. ഉറങ്ങി കിടന്നപ്പോൾ അണ്ണൻ വിളിച്ചുണർത്തിയ ഒന്ന്. എടാ എനിക്ക് ഇതിൽ പങ്കെടുക്കണോടാ, എനിക്ക് പോണോടാ. എന്തോ ചെയ്യുന്നേ? എടാ ഇതിൽ പോണം. ഇതിന് നമുക്ക് 1 മിനിറ്റിന്റെ വീഡിയോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ആവൂടാ. എടാ എനിക്ക് ഡാൻസ് പഠിക്കണോടാ. എനിക്ക് അതിന് വേണം എനിക്ക് നല്ലൊരു ഡാൻസ് മാസ്റ്റർ വെക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ഡാൻസ് മാസ്റ്ററിനെ ഒന്ന് നമുക്ക് കിട്ടാൻ എന്തോ ഒരു മാർഗം.
ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വളിച്ചതും പുളിച്ചതും ഒന്നും എടുത്ത് കഴിക്കരുതെന്ന്. ഗ്യാസ് കയറിയതാ? ഗ്യാസ് കയറിയല്ല, പിന്നെ ഡാൻസ് കയറിയതാ. ഡാൻസോ? ആ. ഇത് ഡാൻസ് ആണോ? പിന്നെ? നിനക്ക് ഡാൻസ് അറിയോ? ഇവിടെ ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നില്ലേ ഞാൻ. എടാ നീ ലാസ്റ്റ് കാണിച്ച സ്റ്റെപ്പ് ഇല്ലേ, അതെനിക്കൊന്ന് പറഞ്ഞു തരൂ. അത് സ്റ്റെപ്പല്ല, അതാണ് തപ്പ്. തപ്പലോ? കട്ടും വിടുമ്പോ തപ്പ് എടുത്തല്ലേ ഞാൻ. എടാ എനിക്കൊന്ന് പഠിപ്പിച്ചു തരാം. ഒരു മിനിറ്റിന്റെ സാധനം മതി, ഒറ്റ മിനിറ്റ്. ഡാൻസ് ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. പഠിപ്പിച്ചു തരുമോ? ആ പഠിപ്പിച്ചു തരാം. പക്ഷെ എടാ പോടോ എന്നുള്ള വിളി നിർത്തണം. നിർത്താം. ഉള്ളി മാസ്റ്റർ. ഏത് പള്ളിയിലെ? അത് പാസ്റ്റർ, ഇത് മാസ്റ്റർ. മാസ്റ്റർ. നമ്മളിപ്പോ ഉദാഹരണത്തിന് ആ പോകുന്ന ആരാണ്? അത് രമണി ചേച്ചി ഇല്ലയോ? ഒന്ന് വിളിച്ചാണ്. രമണി ചേച്ചി മിണ്ടിയില്ല. ഇത്രേ ഉള്ളൂ. സ്റ്റെപ്പ് തീർന്ന്. ഡാൻസ് ആയോ? രമണി ചേച്ചി മിണ്ടിയില്ല. മിണ്ടിയില്ല. സ്റ്റെപ്പ് ഒന്നായില്ലേ? ഈസി, ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത് നമ്മൾ സ്റ്റെപ്പ് ഗ്ലാസ് എടുക്കുക. നമ്മൾ ഗ്ലാസ് കഴുകുന്ന എങ്ങനെയാ? ഇങ്ങനെ കഴുകി. ഇനി വെള്ളം ഒഴിച്ചാണ്. മുഖത്തൊഴിക്കല്ലേ, അങ്ങനെയല്ല. ഗ്ലാസ് കഴുകുന്നു, ദൂരെ വെള്ളം കളയുന്നു. വെള്ളം ഒഴിച്ച് ഗ്ലാസ് കളയുന്നു, ദൂരെ വെള്ളം കളയുന്നു. സ്റ്റെപ്പായോ? രണ്ടാമത്തെ സ്റ്റെപ്പായി. സിമ്പിള്. ഇനി നമ്മൾ പണ്ട് നമ്മൾ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഈ അരി ഉഴുന്നു ആട്ടുന്നത് എങ്ങനെയാ? ആട്ടുകല്ലേ എങ്ങനെയാണ്? ആട്ടി ആട്ടി കാലം പുരോഗമിച്ചു. ആട്ടുകല്ല് വരെ എന്ത് വന്നു? ഗ്രൈൻഡർ വന്നു. ഗ്രൈൻഡർ ആട്ട്. ഗ്രൈൻഡർ വന്നു. വീണ്ടും ആട്ടുകല്ല് ആട്ട്. വീണ്ടും ഗ്രൈൻഡർ ആട്ട്. തീർന്നു. ഇത്രയേ ഉള്ളൂ. കള്ളം പറയുന്നൊന്നും ഡാൻസ് ഒന്നും അല്ല. മാസ്റ്റർ. മാസ്റ്റർ ഞാൻ പറയുമ്പോൾ കേൾക്കണം. 1.5 കോടി വേണോ വേണ്ടേ? ഇനി അടുത്തത്. അയ്യോ നടുവയ്യാടാ, നടു പറ്റത്തില്ല. മേക്കപ്പിന്റെ പച്ചയാണ് ഇത്ര നാൾ ഓടിക്കൊണ്ടിരുന്നല്ലേ. ഒരു കാര്യം ചെയ്യാം. കണ്ടൊരു 10 രൂപ കിടക്കും. പൈസ കൊണ്ടിങ്ങെടുക്കാൻ ഒരു ഗുരുവില്ല അല്ലേ? ഞാൻ ഒരു 10 രൂപ കിടക്കും. ഇത്രയേ ഉള്ളൂ ആ സ്റ്റെപ്പ്. സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. പൈസ കിട്ടിയല്ല. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൈസ പാവങ്ങൾക്ക് കൊടുക്കണം. 10ന്റെ പൈസ ഒറ്റ ഒരെണ്ണത്തിന് 1.5 കോടി വേണോ? വേണം. അയ്യോ, ഒരു പാവപ്പെട്ടവർക്ക് പൈസ കൊടു. അടുത്ത പാവപ്പെട്ടവർക്ക് പൈസ കൊടു. പൈസ ചെയ്യുന്ന അപ്പൊ നമ്മൾ ആരായി? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അയ്യോ 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 അയ്യോ. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് പഠിച്ചിരുന്നു. ഡാൻസ് സ്റ്റെപ്പ് പഠിച്ചിരുന്നു. അയ്യോ 1.5 കോടി നമ്മുടെ കയ്യിലിരിക്കും. അപ്പൊ നമ്മൾ ഈ സ്റ്റെപ്പ് എടുത്ത് വീഡിയോ അയക്കുന്നു, നമ്മൾ പൈസ അയക്കുന്നു. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഡാൻസ് പഠിച്ചു 1.5 മിനിറ്റ്. എടാ ഇത് 1 മിനിറ്റ് വീഡിയോ അയച്ചു കൊടുത്തു 10,000 രൂപയും കൊടുത്ത് രജിസ്റ്റർ ചെയ്താലുണ്ടല്ലോ അടുത്ത 1.5 കോടി 10,000 രൂപ കൊടുത്തു. 1.5 കോടി കിട്ടുന്ന ചാൻസ് ഇല്ല. കിട്ടും. 1 കോടിയേ കിട്ടുള്ളൂ. ബാക്കി 1/2 കോടി അവിടെ പോയി. ആറ്റിപ്പോയി അല്ല, ഈ ആറ്റിപ്പോയെന്ന്. അത് ശരിയായില്ലേ? ആട്ട് ശരിയായില്ല. ഒന്ന് പഠിപ്പിച്ചോടാ. കൈക്ക് ആട്ടി തുടങ്ങും. കറങ്ങി ആട്ട് അങ്ങോട്ട് നല്ലോണം അരയിട്ട് ആട്ട് 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 ആട്ടി ആടി വാ അങ്ങോട്ട്. ആടി വാ ആടി വാ. എന്ത് എന്ത് ആട്ട്? അത് മനസ്സിലായി. എന്താ സംഭവം? ഇങ്ങനെ ആട്ടിയാ 1.5 കോടി കിട്ടും. സത്യമാണോ? ഓ, ഈ സ്പീഡിൽ നമ്മൾ ആട്ടണം. അല്ല, സ്പീഡിലാട്ടിയാ 3 കോടി കിട്ടിയാലോ? എങ്ങനെ ആട്ടിയാൽ 1.5 കോടിയേ കിട്ടുള്ളൂ. അല്ല, ഇത് ആര് പറഞ്ഞത്? ചേച്ചി പറഞ്ഞു. അവക്ക് ഇവിടുന്ന് കിട്ടി. പത്രത്തിൽ കണ്ടേ. കുറച്ചും കൂടെ മാറിക്കേ. നിനക്കിത് എവിടുന്ന് കിട്ടി? പത്രത്തേന്നാ. എന്നാത്തിന്റെ വാർത്ത ഉണ്ടായിരുന്നു. ഡാൻസ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് 1ാം സമ്മാനം വാങ്ങിക്കുന്നവർക്ക് 1.5 കോടി രൂപ സമ്മാനം. റിയാലിറ്റി ഷോ പത്രം. നിന്നോട് ഞാൻ പലവണ പറഞ്ഞിട്ടുണ്ട് ഇമ്മാതിരി കേസ് കിടക്കുക ഇനി മേലിൽ പോയിരുന്നു. ഇതിന്റെ വെളി ഇറങ്ങിയോണ്ടല്ലേ. കണ്ടോ കണ്ടോ ഇയാൾ എന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അംഗീകരിച്ച് തരുമോ? ഇയാള് എനിക്ക് കലാകാരിയായേ പറ്റത്തുള്ളൂ. എനിക്ക് കലാകാരിയാവണം. എനിക്ക് ബോംബെ പോകണം. ആ മത്സരത്തിൽ പങ്കെടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ ഇതിന്റെ വെളി ഇറങ്ങിയാ നിന്നെ ഞാൻ തല്ലിക്കൊല്ലുമല്ലോ. കേറിപ്പോടി. സൗകര്യമില്ല. പോയി വെള്ളം കൊള്ളി. ഇല്ല. വെള്ളം കോരും. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. അന്നെങ്കിൽ വന്നാൽ പോട്ട്. ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാം. നിങ്ങൾ അവരെ ബോംബെയിൽ വിട്ടു കഴിഞ്ഞാൽ അവർ ഡാൻസ് കളിച്ച് വലിയ നർത്തകിയാവും. അപ്പോൾ അണ്ണൻ റോഡിൽ കൂടെ കടന്നു പോകുമ്പോൾ നാട്ടുകാർ എന്ത് പറയുമെന്ന് അറിയാവോ? എന്ത് പറയും? ആട്ടക്കാരെ മാപ്പിള പോണം, അല്ല ഡാൻസുകാരന്റെ ഭർത്താവ് പോണെന്ന്. അതുകൊണ്ട് അന്ന് അവരെ വിട്ടേ പറ്റുള്ളൂ. എനിക്ക് അവളെ കൊണ്ടുപോകാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നീ ഒന്ന് ഓർത്തേ, ഞാനും അവളും കൂടെ കഴിഞ്ഞ വർഷം ട്രെയിനിൽ പോയി. TTR വന്ന് തോളത്ത് കെട്ടി ചോദിച്ചപ്പം ഇവളെ എഴുന്നേറ്റ് അറ്റൻഷൻ ആയിട്ട് നിന്നിട്ട് പറയാ 4 കൊട്ടിയോന്ന്. അത് ചേച്ചിയുടെ വിവരമുള്ളതുകൊണ്ട്, ചേച്ചിക്ക് വിവരമുള്ളതുണ്ട്. നിങ്ങൾക്ക് 1.5 കോടി വേണമെങ്കിൽ നിങ്ങൾ വിട്ടേ പറ്റുള്ളൂ. എടാ, ഈ ബിസിനസ് ഒക്കെ ആര് നോക്കൂടാ? ആര്? ഈ ബിസിനസ് ഒക്കെ ആര് നോക്കൂന്ന്? കട തുടങ്ങിയപ്പോ ഉണ്ടാക്കി വെച്ച ഉണ്ടംപൊരി 3 വിക്സിന്റെ മുട്ടായും വിളക്കെണ്ണയും മാത്രമല്ലേ ഈ കടയിലുള്ളൂ. ഭയങ്കര ബിസിനസ്. ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇറങ്ങടാ. നിന്നെ മേലിൽ ഇവിടെ കണ്ടുപോയില്ലേ? എന്നാ നമ്മളെ കടയില് മലയാളികൾ മാത്രമല്ല കേട്ടാ,
ഫോറിനേഴ്സും വരുന്നുണ്ടോ തോന്നുന്നു. നിനക്ക് അങ്ങനെ മനസ്സിലായി? അതുകൊണ്ട് ഒരു മദാമ വരുന്നുണ്ടെന്ന്. ചെല്ല് എന്ത് വേണം ചോദിച്ചു മദാമയുടെ അടുത്ത്. ഞാൻ ചോദിക്കൂല. എന്ത്? ഞാൻ പറയുന്ന അവർക്കും അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവൂലല്ലോ. വിദ്യാഭ്യാസം ഇല്ലെന്ന് പറ. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. മാറിയില്ല മാഡം. യെസ് യെസ് അമ്മ. യെസ് പുട്ട്. കടല നോ. യെസ് യെസ് അമ്മ. പൊറോട്ടയ്ക്ക് സാമ്പാറില്ലെന്ന് കൂടെ പറ. ഡബിൾ എസ് പൊറോട്ട, ഡബിൾ നോ സാമ്പാർ. ഓക്കേ ഓക്കേ കൊടുക്കാം. പക്ഷെ ഈ മുഖം ഞാൻ എവിടെയോ കണ്ടു. നല്ല പരിചയം. തലമുടി വിദേശി, ഗ്ലാസ് വിദേശി, ഡ്രസ് വിദേശി, ചാണകം പറ്റിയ കാല് പഞ്ചായത്ത്. അത് മാത്രമല്ല, ഇതുപോലത്തെ ഒരു കുഴിനകം എന്റെ ഭാര്യ ലതക്കെ ഉള്ളടാ. ആർക്കാ ഉള്ളത്? എന്റെ ഭാര്യ ലതക്കെ ഉള്ളത്. ഇയാളെ ഭാര്യ ലത എന്നെ അവിടെ വന്നിരിക്കണം. അങ്ങോട്ട് നോക്ക്. കനലും എല്ലാം വിഴുങ്ങിയ. എന്റെ ഭാര്യ ലതയാണത്. അയ്യോ, ഇവക്ക് ഇത്രയും ഗ്ലാമറാ. മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു ഇത്രയും ഗ്ലാമർ. സമയമില്ലല്ലോ. ചുമ്മാ എല്ലാവരും ബോംബെ പോവാൻ നിൽക്കുന്നത്. ഒരു ബോംബെ പോണതിന് നിങ്ങൾ പിടിച്ചു നിർത്ത് പോകട്ടെന്ന് പറ. നീ എവിടെ പോണ്ട്? ഞാൻ ബോംബെക്ക് പോകുന്നു. പിന്നെ ഇവിടുന്ന് നീ ബോംബെക്ക് പോകാൻ, ഇവിടുന്ന് നീ എങ്ങും പോവില്ല. ഞാൻ ഇപ്പൊ ഈ നിമിഷം ഇവിടുന്ന് ഞാൻ ബോംബെക്ക് പോകുന്നു. എടാ കിഴങ്ങ സോപ്പിട്ട് പറ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോവാൻ മോളേന്ന് പറ. പൊന്നുമോളെ ചക്രക്കുടമേ, എടാ നമുക്ക് ഒരുമിച്ച് ബോംബെക്ക് പോവാം. അവിടെ ചെന്ന് മത്സരിച്ച് 1.5 കോടി മേടിച്ച് നീ ഫേമസ് ആവും, നമ്മുടെ കവടയും ഫേമസ് ആവും. അപ്പൊ അങ്ങനെ പോരെ? എന്റെ കൂടെ വരുമോ? ഞാൻ വരാം. ഉറപ്പാണേ? ഉറപ്പായിട്ടും. നമുക്ക് ഒരുമിച്ച് പോവാം. ഒരു കോള്. ഹലോ ഹലോ, ആ പുഷ്പലതയല്ലേ? അതെ. ഇത് ബോംബെ എന്നുള്ളൊരു കോളാണേ. ബോംബെന്നോ? ബോംബെന്നാണ്. നിങ്ങൾ റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ അയച്ചിരുന്നോ? അയച്ചിരുന്നു സാർ. രജിസ്ട്രേഷൻ ഫീസ് ഒരു 10,000 രൂപ അയച്ചായിരുന്നോ? 10,000 അയച്ചു സാർ. എന്നാ അത് പോയി കേട്ടോ. ഞങ്ങൾ വിളിക്കുന്നതേ സൈബർ സെല്ലിൽ നിന്നാണേ. അയ്യോ സാറേ, എന്താ കാര്യം? ഇപ്പൊ തന്നെ ഒരു 1500 വീട്ടമ്മമാരെ കയ്യിൽ നിന്ന് ഇതുപോലെ കുറെ പണം ഇങ്ങനെ തട്ടിയിട്ടുണ്ട് ഈ ടീം. അപ്പൊ എന്താ സാറേ ഇനി പ്രതിവിധി എന്താ സാറേ ഇനി? അതായത് ഇനി നിങ്ങൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ കണ്ട് അതിനകത്ത് വഞ്ചിതരാതിരിക്കുക. അത് തന്നെ. അപ്പൊ നമ്മളെ പൈസയോ സാറേ? പൈസയോ സാറേ? നിങ്ങളുടെ 10,000 രൂപയുടെ കാര്യം പേടിക്കണ്ട, അത് പോയിട്ടുണ്ട്. ബോംബെ, ഡൽഹി, അവളുടെ കുന്തളിപ്പ് പൈസ പോയപ്പോ നിനക്ക് മതിയായില്ലടി. ഇനി മേലി ഡാൻസ് എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയാ നിന്റെ മുട്ടിന്റെ ചിരട്ട ഞാൻ തല്ലി ഓടിക്കും. എടുക്കടി കുടം, കോരടി വെള്ളം. നല്ലൊരു കൈയടി പ്രചോദേട്ടാ. ഞാൻ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യം നിങ്ങൾ കൈയടി തരുന്ന ക്ലൈമാക്സിന് നല്ലൊരു കൈയടി, നല്ലൊരു ആശയമായിരുന്നു ക്ലൈമാക്സ് എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് സിങ്കാകാത്തൊരു ഒറ്റ പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ ചായക്കടയിലേക്ക് അത് കൊണ്ടുവന്നു. പിന്നെ ഈ പത്രത്തിൽ വരുന്ന ഒരു പരസ്യം ഒരിക്കലും അങ്ങനെ നമ്മളൊരു പത്രപരസ്യത്തിൽ നിന്നല്ലല്ലോ അത് വരുന്നത്. പത്രപരസ്യം കണ്ടിട്ട് നമ്മൾ ഒരാളെ വിളിച്ച് പറയുന്ന അങ്ങനെ ഒരു ചീറ്റിങ്ങിനേക്കാൾ ഉപരി ആ പത്രപരസ്യം ഒഴിവാക്കി നിങ്ങൾ ഈ ഒരു എന്താ പറയുന്നത് അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഒന്നും മാറ്റിയിരുന്നെങ്കിൽ എനിക്ക് ഒന്ന് ഇച്ചിരി ഹ്യൂമർ കിട്ടിയാൽ. അതിനകത്തൊരു ഹ്യൂമർ കുറവ് പോലെ ഫീൽ ചെയ്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? നിങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഒന്നും മറന്നിട്ടില്ല, നന്നായിട്ട് പെർഫോം ചെയ്ത് 3 പേരും. പക്ഷേ ഒരു ഹ്യൂമറിൻ്റെ കുറവ് അവിടെ ഇവിടെയൊക്കെയോ ഉണ്ട്. അല്ല ഡാൻസിൻ്റെ സാധനമൊക്കെ കയറി വേറൊരു രീതിയിലേക്ക് വരേണ്ട ഒരു സാധനമായിരുന്നു. എനിക്ക് അങ്ങനെ തോന്നി. കുറച്ച് ഹ്യൂമർ പരിപാടികൾ അവിടെ ഇവിടെയായിട്ട് കുറവായിട്ട് തോന്നി. നിങ്ങളിൽ നിന്ന് നല്ല സ്കിറ്റുകൾ ഈ അടുത്തുവരെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി അടുത്തതിൽ നമുക്ക് പൊളിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രചോദ് ചേട്ടാ. ഷാജൻ ചേട്ടാ. വിഷ്ണു പ്രസാദേ സൂര്യശ്രീ സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ഏരിയയിലോട്ട് പിടിച്ചോൾ എനിക്ക് തോന്നി. ഈ സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഏരിയ ആണല്ലോ. നമ്മൾ മൊബൈലിലൂടെ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് നമ്മുടെ പൈസ തട്ടിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങൾ, ആ ഒരു രീതിയിലായിരിക്കണമല്ലോ പോകുന്നത്. മൊത്തത്തിൽ ഒരു ചേരാഴിക അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ആണെങ്കിലും പോയി വെള്ളം കോരടി എന്ന് പറയുന്നവിടെയും നിങ്ങൾ കൊടുക്കുന്നൊരു മെസ്സേജ് എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. പിന്നെ ടോട്ടാലിറ്റി വെറുതെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയി, ഇങ്ങനെ സമയം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയെന്നല്ലാതെ ഒരു നല്ല തമാശകളൊന്നും തീരെ ഇല്ലായിരുന്നു വേണം പറയാനായിട്ട്. അപ്പം അത് പോരെ, നമുക്ക് അറിയാമല്ലോ. അപ്പം നെക്സ്റ്റ് ടൈം ഗംഭീര പൊട്ടിച്ചിരികളായിട്ട് വരാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക, നമ്മൾ നല്ലതുണ്ടാക്കിയാൽ നമുക്കാണ് അതിൻ്റെ ഏറ്റവും ഗുണം. നിങ്ങൾ കണ്ടൻറ്റുകൾ തപ്പുന്നതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ ഇവിടെ വരുന്ന എല്ലാ ടീമും കണ്ടൻറ്റുകൾ പുതിയ തപ്പിയെടുക്കുന്നുണ്ട്. ചിലത് നമ്മൾ ലോജിക്കലല്ലെങ്കിലും ചിരിച്ച് അങ്ങോട്ട് സമയം മാറ്റും. അപ്പം ചിരിക്കാൻ വേണം. ഇപ്പോൾ ഇതിൽ ഒന്നും മനസ്സിലായില്ല. കാര്യം ഒരു ഡാൻസ് റിയാലിറ്റി ഷോയ്ക്ക് പോകാനായിട്ട് ഒരു ഭാര്യ ഒരിക്കലും ഒരു മടക്കട ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുകയില്ല. തമാശയാണ് നമുക്ക് ആവശ്യം, തമാശയാണ് നമുക്ക് വേണ്ടത്. അത്രയേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം നന്നാക്കുക, ബെസ്റ്റാക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
താങ്ക് യു നസീർക്ക. പ്രചോദേട്ടാ മാർക്സ് കൊടുക്കാം. ഞാൻ ഒരു 5000 രൂപ. 5000 രൂപ നസീർക്ക. ഞാനൊരു 5000 രൂപ കൊടുത്തേക്കാം. ടോട്ടൽ ബാക്കി എന്റെ വക കിടക്കും. ടോട്ടൽ എമൗണ്ട് 15000 രൂപ. അടുത്ത പ്രാവശ്യം നല്ലൊരു ഉഷാർ സബ്ജക്റ്റുമായിട്ട് വന്ന് കുറെ ചിരിപ്പിക്കുക. ഓക്കെ പ്രസാദേട്ടാ? ഓക്കെ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ സമയം കഴിയാറായിട്ട് കഴിഞ്ഞു. ഓക്കെ, നന്നായിട്ട് ചിരിച്ചു. നമ്മളെല്ലാം റിലാക്സ്ഡ് ആണ്, ചിരിച്ചതിന്റെ ക്ഷീണത്തിലാണ്. അപ്പൊ നന്നായിട്ട് പോയി റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ചിരിക്കാനായിട്ട്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഗുഡ് നൈറ്റ്.